Hello students, today we can discuss the fourth lesson, the keyboard. You all see a keyboard in a computer. Keyboard, we use pencil or pen to write in a notebook. നമുക്കൊരു നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? നോട്ട്ബുക്ക് വേണം, അതുപോലെ പെൻസിൽ വേണം അല്ലേ? അതുപോലെ കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ, എൻ്റർ ചെയ്യാൻ നമ്മൾക്ക് കീബോർഡിൻ്റെ ആവശ്യമുണ്ട്. സോ വി ക്യാൻ ലുക്ക് വാട്ട് ഈസ് എ കീബോർഡ്. So we use a pencil or pen to write in a notebook. In the same way, we use keyboard to write on a computer. കമ്പ്യൂട്ടറിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? കീബോർഡ്. Keyboard is an important part of the computer. Why it is so important? We can write in a computer by using a keyboard. So as you know, the small buttons on the keyboard are called keys, and we press these keys to type. നമ്മളെല്ലാവരും കീബോർഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കീബോർഡ് നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ്. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ കീബോർഡ് കാണാം. ലാപ്ടോപ്പിലുണ്ട് കീബോർഡ്. അപ്പോൾ നമ്മൾ കീബോർഡ് ഉപയോഗിച്ചിട്ട് ഓരോ ലെറ്റേഴ്സ് കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ. അങ്ങനെ കീബോർഡിൽ കുറേ കാണുന്ന സ്മോൾ ബട്ടൺസിനെ പറയുന്ന പേരാണ് കീസ്. കീബോർഡിൽ കാണുന്ന സ്മോൾ ബട്ടൺസിനെ പറയുന്ന പേരാണ് കീസ്. സോ വാട്ട് ആർ കീസ്? The small buttons on the keyboard are called keys. The small buttons on the keyboard are called keys. ഈ കീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെ? കമ്പ്യൂട്ടറിലേക്ക് എഴുതാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മളെ ഈ കീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കീസ് പ്രസ് ചെയ്താൽ, ഇപ്പോൾ എ എന്നുള്ള കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്ററിൽ എന്ത് കാണാൻ പറ്റും? എ എന്നുള്ള ലെറ്റർ കാണാൻ പറ്റും. ബി ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ബി അവിടെ മോണിറ്ററിൽ വരും. ഇനി നമ്പർ 1 to 10, 100 ഇതൊക്കെ നമ്മൾ എഴുതുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഈ കീസ് ഉപയോഗിച്ചിട്ടാണ്. സോ ദർ ആർ 104 keys present on the keyboard. ഒരു കീബോർഡിൽ എത്ര കീസ് ഉണ്ട്? 104 keys are there. നമുക്ക് ആ കീബോർഡിലുള്ള ലെറ്റേഴ്സ് ഉള്ള കീസ് ഉണ്ട്, നമ്പേഴ്സ് ഉള്ള കീസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ലെറ്റേഴ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യാനാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ രാമു എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് പ്രസ് ചെയ്യണം? R പ്രസ് ചെയ്യണം, A പ്രസ് ചെയ്യണം, M പ്രസ് ചെയ്യണം, U പ്രസ് ചെയ്യണം. അപ്പോൾ ഈ 4 കീസും, ഈ 4 ലെറ്റേഴ്സുള്ള കീസ് പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആ രാമു എന്നുള്ള പേര് നമുക്ക് കീബോർഡിൽ കാണാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, സോ എ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ ഷോസ് വേർ വി ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ്. ഇറ്റ് ഈസ് കാൾഡ് കഴ്സർ. വാട്ട് ഈസ് എ കഴ്സർ? ദ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ ആർ വി ക്യാൻ ടേംഡ് ആസ് എ കഴ്സർ. നമ്മൾ മോണിറ്ററിൽ എഴുതാനൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ലൈന് അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മിന്നി നിൽക്കുന്നുണ്ടാവും. ആ മിന്നി നിൽക്കുന്ന അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്ന ആ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് കഴ്സർ. അപ്പോൾ എവിടെയാണോ ആ കഴ്സർ ഉള്ളത് അവിടെ തൊട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്, അവിടെ ഇങ്ങനെ പ്രിൻ്റ് ആയിട്ട് വരിക. അത് മോണിറ്ററിൽ ഇങ്ങനെ കാണാൻ പറ്റുക. ആ ബ്ലിങ്കിങ് ലൈൻ തൊട്ടിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റുക. What is a cursor? A blinking line on the monitor. It shows where we can start typing. That is called a cursor. So whatever we type can be seen in the monitor. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? മോണിറ്ററിലാണ് കാണാൻ പറ്റുക. ഇപ്പോൾ രാമു എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത ലെറ്റർ ഇപ്പോൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മൾ കീസ് പ്രസ് ചെയ്താൽ അത് മോണിറ്ററിൽ കാണാനായിട്ട് കഴിയും. Now the keyboard was known by the name QWERTY keyboard at time it discovered. The name derives from the first 6 characters on the top alphabetic line of the standard English computer keyboard. സോ നമ്മളൊരു കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ABCD എന്ന് കറക്റ്റ് ഓർഡറിലല്ല കീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ QWERTY ഓർഡറിലാണ് നമ്മൾക്ക് കീബോർഡിൽ
കീസ് കാണാനായിട്ട് സാധിക്കുക. അതായത് ആദ്യം ആൽഫബറ്റിക് ലെറ്റേഴ്സ് തുടങ്ങുമ്പോൾ അവിടെ ABCD അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പകരം QWERTY ഇങ്ങനെയുള്ള ഓർഡറിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് ആണ് താഴത്തോട്ടാണ് കീബോർഡിൽ കീസ് അറേഞ്ച് ചെയ്ത് വരുന്നത്. അതാണ് നമ്മൾ QWERTY കീബോർഡ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ ദ കീബോർഡ് വാസ് നോൺ ബൈ ദ നെയിം QWERTY കീബോർഡ് അറ്റ് ടൈം ഇറ്റ് ഡിസ്കവേർഡ്. അത് കണ്ടുപിടിച്ച കാലം മുതൽ അങ്ങനെയാണ് പേര് കൊടുത്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ കീബോർഡിൽ എന്തൊക്കെയുണ്ട്, കുറേ കീസ് ഉണ്ട്. ആ കീസിനെ പറയുന്ന പേരാണ് ബട്ടൺസ്, നമ്മൾ പറയുന്ന പേരാണ് കീസ്. ആ ഓരോ കീസ് നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മോണിറ്ററിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Now I told you there are different types of keys are there. നമുക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉള്ള കീസ് ഉണ്ട്, നമ്പർ ഉള്ള കീസ് ഉണ്ട്, ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ള കീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കീസിനെ കുറിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കീസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ആൽഫബറ്റ് കീസ്. The first type of key is known as alphabet keys. What is alphabet keys? So we can type letters by pressing the alphabet keys. There are 26 alphabet keys on the keyboard. നമ്മൾക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ കീബോർഡിലുള്ള കീസ് ആണ് ആൽഫബറ്റ് കീസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് മീൻ ബൈ ആൽഫബറ്റ് കീസ്? നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ കീബോർഡിലുള്ള കീസിനെ പറയുന്ന പേരാണ് ആൽഫബറ്റ് കീസ്. അപ്പോൾ നമുക്ക് ഇത് ഓർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. QWERTY ഓർഡർ, QWERTY അങ്ങനെ ഓരോന്നും വരിയായിട്ട് ഓർഡറിലല്ലാതെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർഡറിലാണ് അതിൽ കീസ് കാണാനായിട്ട് കഴിയുക. അപ്പോൾ അതാണ് QWERTY ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫബറ്റ് കീസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും? ലെറ്റേഴ്സ്. അപ്പോൾ നിങ്ങളുടെ പേര്, അഡ്രസ്സ് ഒക്കെ നമ്മൾക്ക് എന്ത് വെച്ച് കീബോർഡിൽ ആൽഫബറ്റ് കീസ് ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട് കഴിയും. സോ ദാറ്റ് ഈസ് ആൽഫബറ്റ് കീസ്. നമ്മൾ മൊത്തത്തിൽ നമ്മൾ കീബോർഡിൽ ഏതൊക്കെ കീസ് ഉണ്ട് എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ദർ ആർ മെനി ടൈപ്സ് ഓഫ് കീസ് ഓൺ എ കീബോർഡ്. ആൽഫബറ്റ് കീസ്, നമ്പർ കീസ്, സ്പേസ് ബാർ കീസ്, സ്പെഷ്യൽ കീസ്. വിച്ച് ആർ ദ കീസ്? ആൽഫബറ്റ് കീസ്, നമ്പർ കീസ്, സ്പേസ് ബാർ കീസ് ആൻഡ് സ്പെഷ്യൽ കീസ്. അതിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ക്യാപ്സ് ലോക്ക് കീ കാണാൻ പറ്റും. ലെറ്റേഴ്സ് ഉള്ളതാണ് ആൽഫബറ്റ് കീസ്. ഒരു കീബോർഡിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് കീ, ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് സ്പേസ് ബാർ കീ ആണ്. വിച്ച് ഇസ് ദ ലോങ്ങസ്റ്റ് കീ ഇൻ ദ കീബോർഡ്? സ്പേസ് ബാർ കീ ഈസ് ദ ലോങ്ങസ്റ്റ് കീ ഇൻ ദ കീബോർഡ്. നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബാക്ക് സ്പേസ് കീ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ നമ്പർ കീസ് ഉണ്ട്, അവിടെ വീണ്ടും ഒരു എൻ്റർ കീ ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ആർ ദർ ഇൻ എ keyboard. So first we discussed about alphabet keys. Alphabet keys are used to type letters on the monitor. Okay. So which are the keys in a keyboard? Alphabet keys, number keys, space bar keys and special keys. Now first we discussed about alphabetic keys. The second one is number keys. Numbers from the keyboard are typed by pressing number keys. So this is the number keys in a keyboard. So a keyboard is having 10 number keys on it marked from 0 to 9. 0 മുതൽ 9 വരെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുള്ള കീസാണ് നമ്മൾ എന്ത് പേരിൽ പറയുന്നത്? നമ്പർ കീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ കീസ് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും? അല്ല, കീബോർഡ് ഉപയോഗിച്ച് ആ നമ്പർ കീസ് ഉപയോഗിച്ചിട്ട് നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ നമ്പർ, ഫോൺ നമ്പറൊക്കെ നമ്മൾ അടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ കീസ് നമ്പർ കീസ് വെച്ചിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അടിച്ചു പോകാനായിട്ട് കഴിയും. Okay, that is number keys. So what is number key? Numbers from the keyboard are typed by pressing number keys. നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ ആണ് നമ്പർ കീ. So what is mean by alphabet key?
Alphabetic key we are used for typing letters on the computer. കമ്പ്യൂട്ടറിൽ നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനാണ് നമ്മൾ ഏത് കീ ഉപയോഗിക്കുന്നത്? ആൽഫബറ്റ് കീ ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഇസ് ദ യൂസ് ഓഫ് നമ്പർ കീസ്? നമ്പർ കീസ് നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? നമ്പർ കീസ് ഉപയോഗിക്കുന്നത്. Now we can look at the special keys. The third one is special key. So which is the first special key we can see is the caps lock key. Why we use a caps lock key? നമ്മൾ എന്തിനാണ് caps lock കീ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓരോ കീസിന്റെ പേര് ഇങ്ങനെ പഠിച്ചു പോവാണ്. അതിൽ ആദ്യത്തെ സ്പെഷ്യൽ കീ നമ്മൾ പഠിക്കുന്നതാണ് caps lock key. Caps lock key is used to type the letters in capital letter. ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ്, ഇപ്പം സപ്പോസ് യു ആർ ടൈപ്പിംഗ് യുവർ നെയിം, നിങ്ങളെ നെയിം അടിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ വരണമെങ്കിൽ നമ്മൾ ഏത് കീ ഓൺ ആക്കിയിടണം? ക്യാപ്സ് ലോക്ക് കീ ഓൺ ആക്കി വെക്കണം. അപ്പോൾ ക്യാപ്സ് ലോക്ക് കീ ഓൺ ആക്കുമ്പോൾ നമ്മൾ എഴുതുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വരും. അതാണ് ക്യാപ്സ് ലോക്ക് കീ. So what is the function of this caps lock key? The caps lock key is used to type the letters in capital. Capital lettersൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ ഓൺ ആക്കിയിടുന്ന ഒരു സ്പെഷ്യൽ കീ ആണ് caps lock key. അപ്പോൾ നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത് എന്തിലായിരിക്കും? സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ വരണമെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രസ് ചെയ്താൽ മതി? ക്യാപ്സ് ലോക്ക് കീ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, സോ ക്യാപ്സ് ലോക്ക് കീ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ദ ലെറ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ. ഓക്കെ, ക്ലിയർ? So next we can look the enter key. The next type of special key is the enter key. So what is enter key? The enter key is used to move the cursor to the next line. It is also called return key. So enter key is also called a return key. എന്തിനാണ് നമ്മൾ എൻ്റർ കീ ഉപയോഗിക്കുന്നത്? രണ്ടാമത്തെ സ്പെഷ്യൽ കീസിലുള്ള കീ ആണ് ഇത് എൻ്റർ കീ എന്ന് പറയുന്നത്. ഒരു കീബോർഡിൽ 2 എൻ്റർ കീസ് ഉണ്ട്. ഇനി എൻ്റർ കീ എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ നമ്മൾ എഴുതി റൈറ്റ് എൻഡിലെത്തുമ്പോൾ അവിടെ പേജ് കഴിയുന്ന സ്ഥലമാണ് അല്ലേ, അവിടെ ചിലപ്പോൾ നമ്മൾക്കൊരു മാർജിൻ ഉണ്ടാവും. ആ മാർജിൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ലൈനിലാണ് എഴുതുക. അപ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എഴുതാൻ നമ്മൾ എഴുതുന്ന പോലെയല്ല എഴുതുക. നമ്മൾ ആ ഒരു ലൈനിൽ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെങ്കിൽ ഏത് കീ പ്രസ് ചെയ്യണം? എൻ്റർ കീ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ലൈനിൽ വരണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന കീ ആണ് എൻ്റർ കീ. സോ ദിസ് കീ ഈസ് ഓൾസോ കോൾഡ്, ദിസ് എൻ്റർ കീ ഈസ് ഓൾസോ കോൾഡ് റിട്ടേൺ കീ. So what is enter key? The enter key is used to move the cursor to the next line. Next line ലേക്ക് ആ cursor ഉള്ള സ്ഥലത്തു നിന്നാണല്ലോ നമ്മൾ എഴുതി തുടങ്ങുന്നത്. ആ ബ്ലിങ്കിങ് ലൈനിനെ പറയുന്ന പേരാണ് cursor. അപ്പോൾ ആ കഴ്സറിനെ നെക്സ്റ്റ് ലൈനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീ ആണ് എൻ്റർ കീ. സോ ദ നെക്സ്റ്റ് തേർഡ് കീ ഈസ് ബാക്ക് സ്പേസ് കീ. ഉണ്ടോ, നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ കീബോർഡിൽ അങ്ങനെയാണ് കാണാൻ പറ്റുക, ഒരു ലെഫ്റ്റിലേക്ക് ഒരു ഏരോ മാർക്കായിട്ട് ബാക്ക് സ്പേസ് കീ. ദി ബാക്ക് സ്പേസ് കീ വർക്ക്സ് ലൈക്ക് ആൻ എറേസർ. ഇറ്റ് വർക്ക്സ് ലൈക്ക് ആൻ എറേസർ. By pressing this key, we can erase the letters or numbers one by one left to the cursor. ഇപ്പം നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് നമ്മൾക്കത് തെറ്റിക്കഴിഞ്ഞാൽ, എഴുതുന്ന കാര്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് എറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്യും, എന്നിട്ട് വീണ്ടും എഴുതും അല്ലേ. അതുപോലെ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എറേസ് ചെയ്യാൻ, കഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എറേസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കീ ആണ് ബാക്ക് സ്പേസ് കീ. So what is backspace key? The backspace key works like an eraser. Eraser നെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു കീ ആണ് backspace
key. By pressing this key, we can erase the letters or numbers, whatever that is. എന്താണ് നമ്മൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ, അതായത് ലെറ്റേഴ്സ് ആണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾക്ക് എറേസ് ചെയ്ത് കളയാനുള്ള ഒരു കീ ആണ് ഇത് ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് സ്പെഷ്യൽ കീ ഈസ് ദ സ്പേസ് ബാർ കീ. നമുക്ക് ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്പേസ് ബാർ കീ. The space bar key is used to give space between two words. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഇടയ്ക്ക് സ്പേസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രസ് ചെയ്യുന്ന കീ ആണ് സ്പേസ് ബാർ കീ. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫിംഗർ ഗ്യാപ്പ് വിട്ടിട്ടാവും എഴുതുക, വിരൽ വെച്ചിട്ട് എഴുതുന്ന ആളുകളുണ്ടാവും. ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്പേസ് വന്നുകൊണ്ടേയിരിക്കും, അതായത് രണ്ട് വേർഡ്സിൻ്റെ ഇടയിലുള്ള ആ സ്പേസ്. അങ്ങനെ സ്പേസ് വിട്ട് എഴുതിയാൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വീണ്ടും കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നീറ്റായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട് എഴുതണം. അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരാനുള്ള, സ്പേസ് കൊടുക്കാൻ നമ്മൾ പ്രസ് ചെയ്യുന്ന കീ ആണ് സ്പേസ് ബാർ കീ. വാട്ട് ഈസ് ദ കീ? Space bar key. So space bar key is used to give space between two words, and it is the longest key on the keyboard. What is the speciality of the space bar key? It is the longest key on the keyboard. It is the longest key on the keyboard. So which is the longest key on the keyboard? Space bar key is the longest key on the keyboard. So backspace key works like an eraser. Space bar key is the longest key on the keyboard. Okay. So space bar key എന്തിനാ ഉപയോഗിക്കാന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ സ്പേസ് വരാൻ വേണ്ടിയിട്ട്, സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന കീ ആണ് സ്പേസ് ബാർ കീ. And also the space bar key is the longest key on the keyboard. Okay, so this much you want to study in this chapter about the keyboard. Now let us check the main points in this lesson. The keyboard is used to type alphabets or numbers which can be seen on the monitor. Then there are 104 keys in a keyboard. The three main types of keys include alphabet keys, number keys, and special keys. Which are the special keys? Enter key, spacebar key, caps lock key, and backspace key are the examples of special keys. അപ്പോൾ നമ്മൾ കീബോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കീബോർഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ, അല്ലെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എഴുതാൻ സഹായിക്കുന്ന, നമ്മൾ പേപ്പറിൽ പെന്ന് വെച്ച് എഴുതുന്നത് പോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ എഴുതാൻ സഹായിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ പാർട്ടാണ് കീബോർഡ് എന്ന് പറയുന്നത്. അതിൽ എത്ര കീസ് ഉണ്ട്? 104 keys are there. നമ്മൾ ആ കീബോർഡിലുള്ള ചെറിയ ചെറിയ ബട്ടൺസിനെ പറയുന്ന പേരാണ് കീസ്. The small buttons on the keyboard are called keys. ആ ഓരോ കീസ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും, അതുപോലെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള മെയിൻ കീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റ് കീസ്, നമ്പർ കീസ്, സ്പെഷ്യൽ കീസ്. Which are the three main types of keys? It include alphabet keys, number keys, and special keys. ഇനി ഓരോ സ്പെഷ്യൽ കീസ്, എൻ്റർ കീ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കേഴ്സർ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കേഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എൻ്റർ കീ ഉപയോഗിക്കുന്നത്. സ്പേസ് ബാർ കീ എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ എഴുതുന്ന വേർഡ്സുകൾ തമ്മിൽ സ്പേസ് വരാൻ വേണ്ടിയിട്ട്, രണ്ട് വേർഡ്സ് തമ്മിൽ സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന കീ ആണ് സ്പേസ് ബാർ കീ. ക്യാപ്സ് ലോക്ക് കീ മീൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ വരണമെങ്കിൽ നമ്മൾ ക്യാപ്സ് ലോക്ക് കീ ഉപയോഗിക്കും. ബാക്ക് സ്പേസ് കീ ലെറ്റേഴ്സോ അല്ലെ നമ്പേഴ്സൊക്കെ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എറേസ് ചെയ്ത് കളയാൻ, എറേസർ ആക്ട് ചെയ്യുന്ന കീ ആണ് ബാക്ക് സ്പേസ് കീ.
Okay, these are the examples of special keys. So totally there are 104 keys are there on the keyboard. Okay, I think you understood about the keyboard. And okay, now we can check the exercise page. Choose the best answer. Dash is used for typing words which can be seen on the monitor. Once again I read the question. Dash is used for typing words which can be seen on the monitor. The answers given: CPU, keyboard and mouse. Which is the correct answer? Keyboard is the right answer. Now we can check the second question. A blinking line on the monitor shows where we can start typing is called. A blinking line എന്താണ് മോണിറ്ററിൽ കാണുന്ന ആ ബ്ലിങ്കിങ് ലൈൻ, ആ ലൈനിൽ വെച്ച് തുടങ്ങുക നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്, ആ ബ്ലിങ്കിങ് ലൈനിന് പറയുന്ന പേര്. എ ബ്ലിങ്കിങ് ലൈൻ ഓൺ ദ മോണിറ്റർ ഷോസ് വേർ വി ക്യാൻ സ്റ്റാർട്ട് ടൈപ്പിംഗ് ഇസ് കോൾഡ് കഴ്സർ, കീസ്, pointer. So which is the correct answer? Cursor is the right one. Now the third question is, dash key is used to delete a word. ഒരു വേർഡ് നമ്മളിപ്പോൾ എഴുതിയ ഒരു വേർഡ് തെറ്റിപ്പോയി, ആ തെറ്റിപ്പോയ വേർഡ് എറേസ് ചെയ്യണമെങ്കിൽ ഏത് കീ ആണ് ഉപയോഗിക്കുക? ആ വേർഡ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ. ഡാഷ് കീ ഈസ് used to delete a word. It is spacebar key, enter key or backspace key. So which is the right answer? Backspace key is the answer. And the fourth one is, if you press dash you can type capital letter. ഈ കീ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാനായിട്ട് കഴിയും. Which is that key? It is caps lock key, enter key or alphabet keys. Caps lock key is the answer. And the fifth question is, dash allows to create blank spaces between two words. രണ്ട് വേർഡ്സിൻ്റെ ഇടയ്ക്ക് സ്പേസ് വിട്ടെഴുതാനുള്ള അതിനെ സഹായിക്കുന്ന കീ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ന്യൂമറിക് കീ, സ്പേസ് ബാർ കീ or backspace key? Space bar key is the answer. 104 keys are there in the keyboard. Number keys are 0 to 9. Space bar key is the longest key and there are 26 alphabet letters are there in the keyboard. Now you want to very short answer type questions are there. What do you type using alphabet keys? Alphabet keys ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? We can type letters by using alphabet keys. So what do you type using alphabet keys? We can type letters using alphabet keys. Second question is, what do you type using number keys? Number keys ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് എഴുതാനായിട്ട് കഴിയുക? Numbers. We can type numbers by using number keys.